നമ്മുടെ കയ്യിലുള്ള ഫോൺ നഷ്ടപ്പെട്ടാലോ അല്ലെങ്കിൽ ആരെങ്കിലും മോഷ്ടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുക? നമുക്കറിയാം പല മെത്തേഡുകളുണ്ട്. നമ്മൾ ആ ഫോണിൽ ലോഗിൻ ചെയ്തിട്ടുള്ള ഇമെയിൽ ഐ ഡി വെച്ചിട്ട് ട്രാക്ക് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ അവരുടെ ഫോണിൻ്റെ നെറ്റ് ഓൺ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഫോൺ ഒരാൾ മനഃപൂർവ്വം മോഷ്ടിച്ചതാണെന്നുണ്ടെങ്കിൽ അയാൾ ആദ്യം ചെയ്യൽ ആ ഫോണിൻ്റെ നെറ്റ് ഓഫ് ചെയ്യും, അല്ലേ? അത്തരം സന്ദർഭങ്ങളിൽ നമുക്കാകെ നിയമപരമായിട്ടുള്ള ഒരൊറ്റ വഴിയേ ഉള്ളൂ, ലീഗലായിട്ടുള്ള ഒറ്റ വഴിയേ ഉള്ളൂ. അത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ കംപ്ലയിൻറ്റ് കൊടുക്കാൻ നമ്മൾ ചെല്ലുന്ന സമയത്ത് പോലീസുകാർ ചോദിക്കൽ IMEI നമ്പർ ഉണ്ടോ എന്നുള്ള, ഇൻ്റർനാഷണൽ മൊബൈൽ എക്വിപ്മെൻറ്റ് ഐഡൻറ്റിറ്റി, അതിൻ്റെ ഷോർട്ടാണ് IMEI. ഈ ഒരു നമ്പർ ലോകത്തുള്ള മുഴുവൻ മൊബൈൽ ഫോണിൻ്റെ IMEI നമ്പറും ഡിഫറൻ്റ് ആയിരിക്കും. അതായത് എൻ്റെ മൊബൈൽ ഫോണിൻ്റെ IMEI നമ്പർ ഒരിക്കലും നിങ്ങളത് വരില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു IMEI നമ്പർ പോലീസ് അധികൃതർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതുവഴി സൈബർ ടീമിന് ട്രാക്ക് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ നഷ്ടപ്പെട്ട ഫോണിൻ്റെ IMEI നമ്പർ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോണിൽ അവർ സിം ഇടുന്ന അതേ സ്പോട്ടിൽ ആ സിം വെച്ചിട്ട് അവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും ഏത് വ്യക്തിയാണോ ആ ഫോണിൽ സിം ഇട്ടിട്ടുള്ളത്. അതായത് IMEI നമ്പർ ഒരിക്കലും ഒരു മൊബൈൽ റിപ്പയറിങ് ചെയ്യുന്ന ഷോപ്പിൽ പോയിട്ട് IMEI നമ്പർ ഒരിക്കലും മാറ്റാൻ കഴിയില്ല. മാറ്റാൻ പറ്റും. ഇപ്പോഴത്തെ ഫോണിലൊക്കെ IMEI നമ്പർ മാറ്റണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ IC അടക്കം, അതായത് CPU എന്നുള്ള സംഭവമുണ്ട്. അതായത് ആ CPU അടക്കം മാറ്റിയിട്ട് വേറെ IMEI നമ്പർ റൈറ്റ് ചെയ്യണം. പണ്ടത്തെ ചൈന ഫോണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ IMEI നമ്പർ നമുക്ക് ഓരോ സെക്കൻഡിലും നമുക്ക് റീറൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ഫോണിൽ അതില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ എത്ര വില കൂടി, നമുക്ക് ഓരോ ഫോണിൻ്റെ വില അറിയാം, 1,40,000 50,000 ഒക്കെ വിലയുള്ള ഫോണുകളൊക്കെ നമുക്ക് സേഫ്റ്റി ആയിട്ട് നമുക്ക് IMEI നമ്പർ ഇപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക. കാരണം നമ്മൾ ഫോൺ വാങ്ങുന്ന സമയത്ത് ആ ബോക്സിൻ്റെ ബാക്ക് സൈഡിൽ ഉണ്ടാവും IMEI നമ്പർ. പക്ഷേ ബോക്സ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ നമുക്ക് ആരെങ്കിലും ഗിഫ്റ്റ് പല രൂപത്തിലുള്ള സെക്കൻഡ് ഹാൻഡ് വാങ്ങിയതൊക്കെ ആയിരിക്കും. അതൊക്കെ ഇത്തരം സാഹചര്യം വരുന്ന സമയത്ത് IMEI നമ്പർ നമുക്ക് അത്യാവശ്യമായിട്ട് വരും. IMEI നമ്പർ എടുക്കാൻ വളരെ സിമ്പിളാണ്. ഈ നമ്പർ എടുക്കാൻ നിങ്ങൾ ഫോണിൻ്റെ ഡയലർ പാഡിൽ പോയിട്ട് *#06# എന്നടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫോണിൻ്റെ IMEI നമ്പർ അവിടെ കാണിക്കുന്നുണ്ടാവും. 2 സിം ഇടാൻ പറ്റുന്ന ഫോണാണെന്നുണ്ടെങ്കിൽ 2 IMEI നമ്പർ ഉണ്ടാവും. ഈ IMEI നമ്പർ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഒരു IMEI നമ്പർ സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ, കംപ്ലയിൻറ്റ് കൊടുക്കുന്ന കൂട്ടത്തിൽ ഇതും കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ആരാണോ ഫോണ് മനഃപൂർവ്വമായിട്ട് മോഷ്ടിച്ചതാണെന്നുണ്ടെങ്കിൽ അവരെ ട്രാക്ക് ചെയ്തിട്ട് നമുക്ക് ഫോൺ റിക്കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആരെങ്കിലും IMEI നമ്പർ എഴുതി വെക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഫോണിൽ *#06# അടിച്ചു കഴിഞ്ഞാൽ ഈ നമ്പർ കിട്ടും. അത് നോട്ട് ചെയ്ത് വെക്കാം.